ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിന് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അളവിന് മൈദ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് 2-3 തവണയായിട്ട് അരിച്ചെടുത്താലും മതി കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അരിച്ചെടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഓറഞ്ച് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ 4 മുട്ട മുഴുവനായിട്ട് ചേർക്കുന്നില്ല. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 4 മുട്ടയും പൊട്ടിച്ച് അതിൻ്റെ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബൗളിലേക്ക് എഗ്ഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ടയുടെ എഗ്ഗ് വൈറ്റ് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എഗ്ഗ് യോക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എഗ്ഗ് യോക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. 3 മുട്ടയുടെ എഗ്ഗ് യോക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്സാണ്. നമ്മൾ എഗ്ഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യുക, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്ക് നമ്മൾ ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ കേക്കിന് ആ ഒരു മുട്ടയുടെ സ്മെല്ല് നല്ലപോലെ കുറവായിരിക്കും കേട്ടോ. ഇനി നമ്മൾക്ക് എഗ് വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയും ഓയിലും ചേർത്തിട്ടാണ് ഈ ഒരു എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിനാണ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ ഓയിലും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓയിലിൻ്റെ അളവ് 1/2 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ നമ്മൾ ഈ ഒരു എഗ്ഗ് വൈറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓറഞ്ച് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് മുഴുവനായിട്ട് സ്കിന്നോട് കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സീഡ്ലെസ് ആണ്. പിന്നെ ഇനിയൊരു ഓറഞ്ച് നമ്മൾ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇതേതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീഡൊക്കെ ഉള്ള ഓറഞ്ച് ആണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തരിയോട് കൂടെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫൈനായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓറഞ്ച് പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ് യോക്കും അതുപോലെ ഓറഞ്ച് പൾപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം, അത്രേ ഉള്ളൂ. പെട്ടെന്നൊരു 1/2 മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയത്തും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്പാച്ചുല വെച്ച് തന്നെ നമുക്കിത് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 9 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു ബട്ടർ പേപ്പറും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് പാനിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കളഞ്ഞു കൊടുക്കുക. 1-2 പ്രാവശ്യം തട്ടിയും കൊടുക്കുക കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമ്മൾ ചൂടാക്കിയ ഓവനിലേക്ക് 170 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ബേക്കായി വരാറാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടി ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്, ഓറഞ്ച് സിറപ്പ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഷുഗർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഞാൻ സാധാരണ കാരമൽ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കും. ഇനി കരിയാതെ നമ്മൾ ഇതൊരു എന്താ പറയുക, നല്ലൊരു കളറ്, ആവശ്യമുള്ള അത്ര കളറ് വരുന്ന സമയത്ത് ഒരു ഓറഞ്ചിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൾപ്പോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. മിക്സായിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ പാകത്തിന് മാത്രം മതി. കമ്പിപ്പദം എന്നൊക്കെ പറയില്ല, അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒട്ടുന്ന രീതിക്ക് വേണം. ഇത് ആറുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായി വരും. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ കേക്കും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 50 മിനിറ്റാണ് ഞാനിതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്, 170 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഓവനും ഒരേ ടൈമിംഗ് ഒന്നും ആയിരിക്കില്ല, ഓരോരോ ഓവന് അതിനനുസരിച്ചിട്ടുള്ള ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ തന്നെ ഈ ഒരു സിറപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്കല്ല, ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ. ദേ നമ്മുടെ കേക്ക് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തപ്പോൾ മുകളിലത്തെ ആ ഒരു സിറപ്പ് ഒന്ന് പോയിട്ടോ, നമ്മൾ കമഴ്ത്തിയെടുക്കുമ്പോൾ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ബാക്കിയുള്ള സിറപ്പും കൂടെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു ഹണി കേക്ക് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ നമ്മുടെ അടിപൊളി ഓറഞ്ച് കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പർ സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഞാനിത് കഴിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊരു സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് സിറപ്പ്. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ സൂപ്പർ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് ഓവൻ വേണമെന്ന് നിർബന്ധമില്ല. സ്റ്റൗ ടോപ്പിൽ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ 1 അവർ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.